ലോകകപ്പ് സെമി ഫൈനലിൻ്റെ സമ്മർദ്ദവും സൂക്ഷ്മഗണിതങ്ങളും ശാരീരിക മേൽക്കോയ്മയ്ക്കു വേണ്ടിയുള്ള ഡേർട്ടി ആക്ഷനുകളും നിറഞ്ഞുനിന്ന ആദ്യ പകുതി. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിൻ്റെ എല്ലാ രസവും ഉൾച്ചേർന്ന ത്രില്ലർ സിനിമകൾ തോൽക്കുന്ന ഒരു ക്ലാസിക് രണ്ടാം പകുതി. അർജന്റീനയുടെ ഡിഫൻസിൽ ഒരു പഴുത് തുറന്നെടുത്ത് മോർഗൻ റോജേഴ്സ് നൽകിയ കുറ്റമറ്റ പാസ് സമർത്ഥമായ വലയിലാക്കി ആന്റണി ഗോർഡൻ പൂട്ടു തുറക്കുന്നു. അതിൽ പിന്നെ നിധികാക്കുന്ന ഭൂതങ്ങളായി ഇംഗ്ലണ്ട് കളിക്കാർ സ്വന്തം ഗോൾ മുഖം അടച്ചു കളയുന്നു. അപ്പോൾ മാന്ത്രികനായി മെസ്സി അവതരിക്കുന്നു. അതുവരെ ഒളിപ്പിച്ചു വെച്ച മാന്ത്രിക വടി കൊണ്ടെന്ന പോലെ അയാൾ ബോക്സിലേക്ക് അമ്പുകൾ എയ്യുന്നു. തൊട്ടെന്ന പോലെ ഉന്നം തെറ്റിയ അവസരങ്ങൾക്കൊടുവിൽ എൻസോ ഫെർണാണ്ടസിൻ്റെയും ലൗതാറോ മാർട്ടിനസിൻ്റെയും ഗോളുകൾ അതുവരെയുള്ള കളിയുടെ തലവര മാറ്റുന്നു. വിരസമായ ആദ്യ പകുതി മറക്കാം. ഇടവേള കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അർജന്റീനയുടെ നീക്കങ്ങളിൽ ലക്ഷ്യബോധം കൈവന്നിരുന്നു. ആദ്യ പകുതിയിൽ മിസ്ഫിറ്റായി തോന്നിയ സിമിയോണി പോലും മറ്റൊരു പ്ലെയറായി മാറിയ പോലെ തോന്നി. കിട്ടിയ അവസരങ്ങളിൽ പഴുതന്വേഷിച്ച് ഇംഗ്ലണ്ടും നിറഞ്ഞു നിന്നതോടെ കളി മുറുകി. അതിനിടയിൽ ബോക്സിന് പുറത്തു നിന്ന് ഒരു ഹൈബോൾ ക്ലിയർ ചെയ്യുന്നതിലുണ്ടായ ടെഗ്ലേഫിഗോയുടെ ഗുരുതര പിഴവിൽ നിന്ന് റോജേഴ്സ് ഗോളിലേക്കുള്ള വഴി തുറന്നു. വലതുഭാഗത്തു നിന്ന് നൽകിയ ക്രോസ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരുന്നു. ആന്റണി ഗോർഡൻ കൃത്യസമയത്ത് ഉണ്ടാവേണ്ട സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ഗോളിൽ അർജന്റീനയ്ക്ക് അനുകൂലമായ ഒരു ഘടകമുണ്ടായിരുന്നു: സമയം. ഈ ടൂർണമെൻറ്റിൽ പിറകിൽ നിന്ന് തിരിച്ചു വന്ന് പരിചയമുള്ള അവർക്ക് നോർമൽ ടൈമിൽ 35 മിനിറ്റ് കൂടി എന്നത് ആവശ്യത്തിലും അധികമായിരുന്നു. തുഷേൽ പക്ഷേ മറ്റൊരബദ്ധം കൂടി കാണിച്ചു. ശേഷിക്കുന്ന സമയം ആ ഗോൾ ഡിഫൻസ് ചെയ്യാൻ കഴിയുമെന്ന് വ്യാമോഹിച്ച് എല്ലാ സന്നാഹങ്ങളും കോട്ടവാതിലിന് മുന്നിൽ നിരത്തി. അതോടെ മൈതാനത്തിൻ്റെ സിംഹഭാഗവും അർജന്റീനയ്ക്ക് സ്വൈര്യവിഹാരം നടത്താമെന്നായി. ആദ്യ പകുതിയിൽ ഒറ്റയോട്ടത്തിൽ കെയ്നെയും ഗോർഡനെയും നിലം പറ്റിച്ച് സൂചന നൽകിയ മെസ്സി ഗോൾ വീണതോടെ തൻ്റെ കരിയറിലെ അവസാന ലോകകപ്പാണ് കളിക്കുന്നതെന്ന കാര്യം ഓർമ്മിച്ചു. ഇടതുഭാഗത്ത് നിന്ന് അയാളുടെ കാലിൽ നിന്ന് നിരന്തരം പന്ത് ബോക്സിലേക്ക് എത്താൻ തുടങ്ങി. 1-2 ഹെഡറുകൾ ജോർദാൻ പിക്ഫോർഡ് അത്ഭുതകരമായി സേവ് ചെയ്തെങ്കിലും ഒരു ഗോൾ എപ്പോഴും വരാമെന്ന നിലയിലായിരുന്നു. ബോക്സിൽ ക്ലിയർ ചെയ്യപ്പെട്ട പന്ത് പിടിച്ചെടുത്ത് മെസ്സി ബോക്സിന് പുറത്ത് എൻസോക്ക് നൽകുമ്പോൾ ക്ലോക്കിൽ സമയം 85 മിനിറ്റ്. അല്പം മുമ്പ് പോസ്റ്റിന് മുകളിലൂടെ ഒരു ലോങ് റേഞ്ചർ പറത്തിയ അയാൾക്ക് ഇത്തവണ പിഴച്ചില്ല. പ്രതിരോധത്തെ കടന്ന് പോസ്റ്റിലേക്ക് വളഞ്ഞിറങ്ങിയ പന്ത് പിക്ഫോർഡ് എന്ന മതിൽ ഇത്തവണ പൊളിച്ചു. ആ ഗോൾ ശരിക്കും അർജന്റീനയുടെ വിജയ ഗോളായിരുന്നു എന്ന് തോന്നി. അതിനുശേഷം അവരുടെ ഊർജം ഇരട്ടിയായി. മെസ്സിയുടെ കാലുകൾ ഒരു കൗമാരക്കാരൻ്റേത് എന്ന പോലെ ചലിച്ചു. ഇഞ്ചുറി ടൈമിൽ കാത്തിരുന്ന ഗോൾ വരികയും ചെയ്തു. ഇത്തവണ മെസ്സിയുടെ ക്രോസിൽ തലവെക്കാൻ പാകത്തിൽ ലൗതാറോ സ്വതന്ത്രനായിരുന്നു. അടിയന്തര ഘട്ടത്തിൽ കൈവശമുള്ള എല്ലാ ആയുധങ്ങളും പുറത്തെടുത്ത സ്കലോണിയാണ് ഈ വിജയത്തിലേക്കുള്ള ചരട് വലിച്ചത്. പരാലസിനെ പിൻവലിച്ച് നിക്കോ ഗോൺസാലസിനെ ഇറക്കിയപ്പോൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് തോന്നിയിരുന്നു. നിക്കോ പക്ഷേ കളിയിലേക്ക് അർജന്റീനയുടെ വേഗം കൊണ്ടുവന്നു. സിമിയോണിക്ക് പകരം ഡീപോൾ കൂടി വന്നതോടെ ആക്രമണം മുറുകി. ടെഗ്ലിഫിഗോയെ പിൻവലിച്ച് ഇനി ആ ക്ലാസിക് ഫൈനൽ പോരാട്ടം മാത്രം.